മലയാളത്തിന്റെ മോഹൻലാൽ 2026 ഗംഭീര പ്രൊജക്റ്റുകളാണ് മോഹൻലാലിന് അന്യഭാഷകളിലും മലയാളത്തിലുമായിട്ടൊക്കെയുള്ള ഗംഭീര പ്രൊജക്റ്റുകൾ. മലയാളത്തിൽ തന്നെ ഇപ്പോൾ മോഹൻലാലിന്റെ പേട്രിയോട്ട് എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ മാത്രമല്ല ഗംഭീര റോളാണ് മോഹൻലാൽ ഇന്ന് മെയ് 1 അത് റിലീസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ദൃശ്യം 3 ആണ് മെയ് 21. ഇപ്പോൾ 2 വരേണ്ട പടമായിരുന്നു, അത് മെയ് 21 മാറ്റി ദൃശ്യം 3 ആണ്. എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു പടം ദൃശ്യം 3 ആണ്. ഇപ്പം തന്നെ ഒരുപാട് റെക്കോർഡൊക്കെ സാറ്റലൈറ്റിന്റെ റെക്കോർഡൊക്കെ നേടിയ ദൃശ്യം 3 ആണ്. ജോർജ് കുട്ടിയെ അടുത്ത വരവ് കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും അതൊരു ഗംഭീരമായിരിക്കും. ദൃശ്യം 3 മെയ് 21 മോഹൻലാലിന്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ലോകമെമ്പാടും റിലീസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ജയിലറാണ്. മോഹൻലാലിന്റെ മാത്യു എന്ന് പറഞ്ഞ ക്യാരക്ടർ തകർത്ത് വാരിയതാണ് രജനീകാന്തിനോടൊപ്പം. അത് ഈ വട്ടം തകർക്കുന്നുള്ള സംശയമില്ല. അത് ഏകദേശം ഓണം റിലീസ് പോലെ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ അത് റിലീസാണ്. റിലീസ് കൺഫേം ആയിട്ടില്ലെങ്കിൽ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ എന്തായാലും ഇത് റിലീസ് ചെയ്യുന്നുള്ള സംശയമില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ തുടരും ഡയറക്ടർ തരുൺമൂർത്തി തുടരും എക്കാലത്തെയും മികച്ച വിജയങ്ങളിലൊന്നാണ് മലയാള ചിത്രങ്ങളിൽ L366. ഒരു രക്ഷയില്ലാത്ത കാസ്റ്റിങ്ങും ഒരു രക്ഷയില്ലാത്ത ടെക്നിക്കൽ സപ്പോർട്ടും ഉള്ളൊരു സിനിമയാണ്. മോഹൻലാൽ പോലീസ് റോൾ, അത് സാധാ പോലീസ് റോളിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. സാധാ റോളിൽ എപ്പം വന്നാലും മോഹൻലാൽ റെക്കോർഡ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു പതിവുണ്ട്. അത് തെറ്റിക്കും എന്ന് തോന്നുന്നില്ല. ഇതും ഒരു റെക്കോർഡ് പടമായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നായിക മീര ജാസ്മിനാണ്. അത് കഴിഞ്ഞിട്ടുള്ള മോഹൻലാൽ ഉറപ്പിച്ചേക്കുന്ന പ്രോജക്റ്റിൽ ഒന്ന് വിഷ്ണുമോഹന്റെ ആണ്. മേപ്പടിയാൻ സംവിധാനം ചെയ്ത വിഷ്ണുമോഹൻ നല്ല ഗംഭീര കാലിബറുള്ള ഡയറക്ടറാണ് വിഷ്ണുമോഹൻ. കാരണം മേപ്പടിയാൻ തന്നെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ ബഹുമതി നേടിയ ചിത്രമാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്, ഒരു പട്ടാളക്കഥയൊക്കെ പറയുന്നൊരു ചിത്രമാണ്. ഈ ചിത്രം ഗോകുലം ഗോപാലൻ ബിഗ് ബഡ്ജറ്റ് രീതിയിൽ ഒരുക്കുന്നൊരു ചിത്രമാണ്. ഏറെ പ്രതീക്ഷയുള്ള കാത്തിരിക്കുന്ന ചിത്രം. അത് കഴിഞ്ഞാൽ പ്രിയദർശന്റെ 100ാമത്തെ ചിത്രം പ്രിയദർശൻ തന്നെ അനൗൺസ് ചെയ്തു. ഈ വർഷം ഉറപ്പായിട്ട് ഷൂട്ടിംഗ് തുടങ്ങും. അച്ഛന്റെയും മകന്റെയും കഥ പറയുന്ന കർണാട്ടിക് സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം അതിഗംഭീര ചിത്രമാകാൻ സാധ്യതയുണ്ട്. പ്രിയദർശൻ എന്തായാലും മോശമാക്കാൻ നോക്കത്തില്ല, കാരണം 100ാമത്തെ ചിത്രമാണ്. അടുത്തത് ഒരു മികച്ച കോംബോയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ദിലീഷ് പോത്തൻ ചിത്രം ഈ വർഷം ഉറപ്പല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ഷൂട്ടിംഗ് തുടങ്ങുന്ന പടമായിരിക്കും, സംശയം വേണ്ട. ദിലീഷ് പോത്തൻ മോഹൻലാൽ ഒന്നിച്ചാൽ ദിലീഷ് പോത്തൻ ഒന്നിച്ചാൽ ഒരു മാജിക്ക് പ്രതീക്ഷിക്കുക. കാരണം ദിലീഷ് പോത്തൻ വളരെ കുറച്ച് പടം സംവിധാനം ചെയ്തിട്ടില്ല. ആ സംവിധാനം ചെയ്തിരിക്കുന്ന പടങ്ങളെല്ലാം സൂപ്പറാണ്. ഇതെന്തായാലും ഈ വർഷങ്ങളിൽ ഉറപ്പുള്ള മോഹൻലാലിന്റെ പ്രോജക്റ്റുകളാണ്. ബ്ലസ്സി പടത്തിൽ മോഹൻലാൽ കൊടൂര വില്ലനായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. അടുത്തടുത്ത പ്രോജക്റ്റുകളെല്ലാം റെഡിയാണ്. 2026 ഈ പ്രോജക്റ്റുകളെല്ലാം സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്.